അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിറാജുദ്ദീൻ ഉസ്താദ് കഴിഞ്ഞ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു കാര്യം രേഖപ്പെടുത്തി. എന്തെന്നാൽ ഇനി സഹിക്കാൻ കഴിയില്ല, ഇത്രത്തോളം ശ്രമിച്ചു, ഇനി ഇത് നിയമപരമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് സിറാജുദ്ദീൻ ഉസ്താദ് തൻ്റെ ആ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. അത് എന്താണ് സംഭവമെന്ന് നിങ്ങൾക്കറിയുമോ? വളരെ സന്തോഷകരമായ ഒരു സംഭവം തന്നെയാണിത്. ഇത് പറയുന്നതിന് മുമ്പ് ഉസ്താദിനെക്കുറിച്ച് ആളുകൾ വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസ് ഇറക്കുന്നു. അതോടൊപ്പം തന്നെ ഉസ്താദിൻ്റെ അവസ്ഥ പരിതാപകരമാണ് തുടങ്ങിയ വീഡിയോസൊക്കെ ഒരുപാട് പേര് ഇറക്കി. ഇപ്പോൾ വീഡിയോസൊക്കെ ഉസ്താദ് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. വളരെ മോശമായ രീതിയിലുള്ള തംബ്നെയിലൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾ ഉസ്താദിനെതിരെ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ശേഷം ഉസ്താദിൻ്റെ കൂട്ടുകാരും ബന്ധുക്കാരൊക്കെ ഉസ്താദിനോട് പറഞ്ഞു, ഇത് നമുക്ക് പോലീസ് കേസാക്കണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉസ്താദ് ഇത്തരം ദിവസം അത് ക്ഷമയോടെ അത് വേണ്ട, അവർ ശരിയായിക്കൊള്ളുന്ന രീതിയിൽ അങ്ങനെ പോവുകയായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. കാരണം ഉസ്താദിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ, ഉസ്താദിൻ്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണ് തുടങ്ങിയ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതുകയാണ്. അപ്പോൾ ഉസ്താദ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഏതായാലും നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളത്. കാരണം അല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരമില്ല. നമ്മൾ ഒരു ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉസ്താദിനെ കുറിച്ചുള്ള പല യൂട്യൂബേഴ്സിൻ്റെയും തംബ്നെയിൽ വളരെ മോശമായ രീതിയിലുള്ള തംബ്നെയിലാണ് ഉസ്താദിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്താദിന് ഇഷ്ടമുള്ള ആളുകൾ ഇതുപോലുള്ള തംബ്നെയിൽ ഏതായാലും ഇടാൻ വഴിയില്ല. കാരണം ഉസ്താദിനോട് അല്പമെങ്കിലും ഒരു ബഹുമാനമോ സ്നേഹമുള്ള ആളുകൾ ഇതുപോലുള്ള തംബ്നെയിലൊന്നും ഇങ്ങനെ യൂട്യൂബിലിടില്ല. അതുകൊണ്ട് ഇത് ഉസ്താദിൻ്റെ എതിരാളികൾ തന്നെയാണെന്നാണ് ഉസ്താദിൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് ഉസ്താദ് ഇനി അടുത്ത രീതിയിലുള്ള ശ്രമം നടത്തുന്നത്. കാരണം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അതുകൊണ്ട് ഉസ്താദ് അത് നിയമപരമായി കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാതെ ഇതിനൊരു അറുതിയില്ല. അപ്പോൾ ഇനി ഉസ്താദിനെതിരെ ഇങ്ങനെ വീഡിയോസ് ഇരുന്നവർ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്കെതിരെ കേസ് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഉസ്താദിനെതിരെ മോശമായിട്ടുള്ള കമൻറ്റ് ഇട്ടവരും അതോടൊപ്പം തന്നെ ഉസ്താദിനെതിരെ മോശമായ രീതിയിലുള്ള തംബ്നെയിൽ ഇറക്കി വീഡിയോസ് ഇട്ടവരൊക്കെ ഉടൻ തന്നെ വീഡിയോസ് മാറ്റിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി വരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉസ്താദിനെതിരെ മോശം കമൻറ്റ് ഇട്ടവരെല്ലാം തന്നെ ആ തംബ്നെയിൽ മാറ്റി വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോവുക. അതാണ് ഇതിനൊരു മാർഗമുള്ളത്. കാരണം ഉസ്താദ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഇട്ടവരെല്ലാം കുടുങ്ങും. അപ്പോൾ ഉസ്താദ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഉസ്താദിനെക്കുറിച്ച് മോശമായ വീഡിയോസ് ദയവായി ഇടരുത്. കാരണം ഉസ്താദ് ശ്രമിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന രീതിയിലാണ് ഉസ്താദ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകളെ നിങ്ങൾ തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.